ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ് വഖഫ് നിയമ ഭേദഗതി എന്ന കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ടവരും സാധാരണക്കാരും ബില്ലിനെ അംഗീകരിക്കുന്നുണ്ട്. ഭൂപ്രഭുക്കളായ ചെറിയ വിഭാഗം മാത്രമാണ് ബില്ലിനെ എതിർക്കുന്നതെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. ഡൽഹിയിൽ ജനം ടിവിക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇത് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്ന ഒരു ബില്ലാണ്. ഈ നിയമം കൊണ്ട് ഭാരതത്തിൽ വളരെയധികം ഭിന്നത ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മുൻകാലങ്ങളിലെ സർക്കാരുകൾ എല്ലാം തന്നെ BJP ഇതര സർക്കാരുകളെല്ലാം തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. ഈ പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കണമെന്ന് BJP തീരുമാനിക്കുകയും NDA തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബില്ല് വരുന്നത്. ബില്ല് തീർച്ചയായിട്ടും ബില്ലുകൾ വരുന്നതും പാസ്സാക്കുന്നതും ജനഹിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഇത് ആഗ്രഹിക്കുന്നു. മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം ആൾക്കാരും ഇത് അംഗീകരിക്കുന്നു, പാവപ്പെട്ടവരും അങ്ങനെയുള്ളവർ സാധാരണക്കാരുമെല്ലാം. കാരണം വളരെ ഒരു ന്യൂനപക്ഷം ഈ സ്വത്തുക്കൾ കൈവശം വെച്ചിരിക്കുന്ന വലിയ ഭൂപ്രഭുക്കളായിട്ടുള്ള ആൾക്കാർ അവർ മാത്രമേ എതിർക്കുന്നുള്ളൂ. അപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണ ഇതിനുണ്ട്, അവരെല്ലാം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് ബാക്കിയുള്ള എല്ലാ സമുദായങ്ങളും 1/1 ആയിട്ട് അവർ പ്രഖ്യാപിച്ചു. ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായം ഇത് നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എല്ലാ MP-മാരോടും ഈ ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണിത്. അത് സർക്കാർ ബില്ലായിട്ട് കൊണ്ടുവന്നിരിക്കുക. അതും പാർലമെൻ്ററി സമിതിക്കൊക്കെ വിട്ടിട്ട് അവരുടെ തീരുമാനവും കൂടെ അറിഞ്ഞിട്ട് തികച്ചും ജനാധിപത്യപരമായിട്ടുള്ള രീതിയിലാണ് ഇത് കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ബില്ലിനെ എതിർക്കുമ്പോൾ കോൺഗ്രസും ഒപ്പം മറ്റ് പ്രതിപക്ഷ കക്ഷികളും ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നരേഷൻ ഉണ്ടാക്കുന്നത്, വഖഫ് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നത് മുസ്ലിം മത സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നതും മതവികാരം വ്രണപ്പെടുത്തുന്നതാണെന്നൊരു വലിയ നരേഷൻ, അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ രാജ്യത്ത് നടത്തിയിരുന്നു. അല്ല, കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് മറ്റു മതങ്ങളുടെ അവകാശങ്ങൾ നിഷേധിച്ചോളൂ, ഒരു മതത്തിൻ്റെ മാത്രം അവകാശം മതി എന്നാണ് കോൺഗ്രസിൻ്റെ കുറച്ച് നാളായിട്ടുള്ള അവരുടെ ആ രീതി അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത് ഇന്ത്യയിലെ ഒരു മതത്തിൻ്റെ മാത്രം സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും ബാക്കിയുള്ളവരുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ളൊരു സ്റ്റാൻഡാണ് കോൺഗ്രസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ ഇങ്ങനെ പറയുന്നത്. ഈ മുനമ്പത്ത് ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷ സമരത്തിൽ ആളുകളുണ്ട്, അവരുടെ ജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ട്. ചോദ്യം, മുനമ്പത്തെ ആളുകളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഈ ബില്ലൊരു പരിഹാരമാകുമോ? ആ തീരദേശത്തുള്ള മനുഷ്യർ പാവപ്പെട്ടവരാണ്. അവർ എല്ലാ ജാതിയിലും വ്യത്യസ്തമായിട്ടുള്ള മതത്തിലും ഉള്ളവരാണ്. മാത്രമല്ല അവിടുത്തെ ഒരു പള്ളി, വെളങ്കണ്ണി മാതാ പള്ളി, അവിടുത്തെ സിമിത്തേരി, അവിടുത്തെ അതുപോലെ തന്നെ കോൺവെൻറ്റ്, ഇതെല്ലാം തന്നെ വഖഫായിട്ട് മാറണം എന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല കോൺഗ്രസിൻ്റെ താല്പര്യമെന്ന് പറയുന്നത് ആ മുനമ്പത്തെ ജനങ്ങളെ അവിടുന്ന് ഇറക്കി വിടണമെന്നാണ്. അതുപോലെ തന്നെയാണ് LDFൻ്റെയും താല്പര്യം. അപ്പോൾ ആ ജനങ്ങളെ അവിടുന്ന് ഇറക്കി വിട്ടിട്ട് അതിൻ്റേതായിട്ടുള്ള വോട്ട് ബാങ്ക് അവർ സൃഷ്ടിക്കണം. ഒരുപക്ഷെ അവർ കരുതുന്നത് അവിടുത്തെ ജനങ്ങളുടെ വോട്ട് ഇത്രയല്ലേ ഉള്ളൂ എന്നാണ്. അപ്പോൾ അതാണ് കോൺഗ്രസും അതുപോലെ തന്നെ CPM-ഉം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കമ്മീഷനുകളെ മാറ്റി വെക്കുന്നത്. ഒരു കമ്മീഷനെ വെക്കുന്നു, അത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം വേറൊരു കമ്മീഷനെ വെക്കുന്നു, അത് കോടതി സ്റ്റേ ചെയ്യുന്നു. ഇങ്ങനെയുള്ള നാടകങ്ങളെല്ലാം കളിക്കുന്നത് ഈ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന ആ സഖ്യത്തിൻ്റെ മനസ്സിൽ അവരേതാണ്ട് പൂർണ്ണമായിട്ട് തകർന്ന അവസരത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു വിഭാഗത്തിൻ്റെ വോട്ട് മുഴുവൻ അവർക്ക് വേണം എന്നുള്ള രീതിയിലാണ് അവർ പെരുമാറുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള അവരുടെ നയപരിപാടികൾ വരുന്നത്. ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പാസ്സാക്കിയിട്ടുള്ള പ്രമേയം പരിശോധിക്കുമ്പോൾ അത് പാസ്സാക്കിയിട്ടുള്ളത് ഒന്ന് CPM ഭരിക്കുന്ന കേരളത്തിൽ, 2 DMK-യുടെ തമിഴ്നാട്ടിൽ, മറ്റൊന്ന് കർണാടകത്തിൽ കോൺഗ്രസ്. അവരെല്ലാം ആ പ്രമേയത്തിൽ ഒരേ ഒരു വരി ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടിയതും പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയതും മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് ഈ ബില്ല് എന്നുള്ളതാണ്. അതൊരു രാഷ്ട്രീയ ഗിമ്മിക്കായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ല, മറ്റ് മതവിഭാഗങ്ങളുടെ ജീവനും സ്വത്തിനും ഒന്നും സംരക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു മതത്തിൻ്റെ ആ മതത്തിലെ ജനങ്ങൾ തന്നെ നേരെ തിരിച്ചാണ് പറയുന്നത്. അത് സംരക്ഷിക്കണമെന്നാണ് അവർ പറയുന്നത്.
അതല്ല മതേതരത്വം. അവരുടെ മതേതരത്വം എന്ന് പറയുന്നത് തെറ്റാണെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാ വിഭാഗങ്ങളും ഇത് പാസ്സാക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഈ CBCI ഉൾപ്പെടെ കത്തോലിക്ക സഭ ഉൾപ്പെടെ ഈ ബില്ലിനെ അനുകൂലിക്കുകയും ഒപ്പം ചൂണ്ടിക്കാട്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നിലവിൽ വഖഫ് ബോർഡിനുള്ള അവകാശങ്ങളിൽ പലതും ഭരണഘടനാ വിരുദ്ധവും മതമൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ സൗഹാർദ്ദത്തിനെതിരാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അത് ഈ ബില്ലിനെ അനുകൂലിക്കുന്നതിനൊപ്പം പാർലമെന്റിൽ ഉൾപ്പെടെ മറ്റ് എം പിമാരുടെ കൂടി പിന്തുണ നേടിയെടുക്കാനും സഹായിക്കുമെന്നതാണ്. അത് ഈ MP-മാരുടെ മനസാക്ഷിയോടുള്ള ഒരു ചോദ്യമാണ്. ഇനിയുള്ള നിമിഷങ്ങൾ കേരളത്തിൽ നിന്നുള്ള എല്ലാ MP-മാരും അവരുടെ മനസാക്ഷിയോട് സംവദിക്കണമെന്നും ആ മനസാക്ഷി പറയുന്നതനുസരിച്ച് വോട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.